everyone, welcome to Competitive Cracker. ഞാൻ കീർത്തന. അപ്പൊ നമുക്കറിയാം എക്സാം ക്യാൻസൽ ആയിട്ടുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ ഏറ്റവും നിർബന്ധമായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ കഴിഞ്ഞ എക്സാമിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. കാരണം ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു പാറ്റേൺ ചേഞ്ച് നമുക്ക് ഉണ്ടാവും അല്ലേ? സിലബസ് ചേഞ്ച് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ സിലബസ് ഒന്നും ഇതുവരെ ചേഞ്ച് ആക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ എക്സാം പാറ്റേണിന് ആദ്യം വന്നൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരുന്ന എക്സാം ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാരണമായിട്ടോ അല്ലാതെയോ ഒരുപാട് ചോദ്യങ്ങളുടെ സ്ട്രക്ചറിലും അല്ലെങ്കിൽ ചോദിച്ച ഭാഗങ്ങൾ എവിടെ ഫോക്കസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, എന്ത് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലെ ഇനിയിപ്പോ റീഷെഡ്യൂൾ ചെയ്തിട്ട് അടുത്ത എക്സാം നടത്താൻ പോകുന്നതും ഏകദേശം ഈ ഒരു പാറ്റേണും ഈ ഒരു സ്വഭാവം ഉള്ളത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് പോയിന്റ് ഈ കഴിഞ്ഞ എക്സാം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കളയാതെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് കൃത്യമായിട്ടും ആ എക്സാമിനെ മൊത്തത്തിൽ ഒന്ന് ഡൈസെക്ട് ചെയ്ത് അനലൈസ് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം പറയാനുള്ളത് എന്തായിരുന്നു? മൊത്തം ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് ഫാക്ടുകൾ നമുക്ക് ഓർത്ത് വെക്കേണ്ട ടൈപ്പ് ഒരു എക്സാം ആയിരുന്നു ഈ തവണ നടന്നത് അല്ലേ? കാരണം എത്ര ഫാക്ട്സ് നമ്മുടെ തലയിൽ ഓർമ്മയുണ്ടോ അത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു എക്സാം ആയിരുന്നു. സാധാരണ ഇങ്ങനെയല്ല അല്ലെ? ഒരു അനാലിസിസ് ടൈപ്പും നമുക്ക് അത് തന്നിരിക്കുന്ന തിയറികളും ഒക്കെ അനലൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ അതിൽ നിന്നും ടോട്ടലി വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താ കണ്ടിട്ടുള്ളത്? ഫാക്ച്വൽ ബേസ്ഡ് ആയിരുന്നു. അതായത് എത്ര ഫാക്ട്സ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് എന്നുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷെ നമ്മൾ നിരാശപ്പെടണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു എക്സാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് എന്താ? ഡാറ്റ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ഡാറ്റ! ഇന്ത്യൻ ഇക്കോണമിയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോക്കസ് ചെയ്തത് ഇന്ത്യൻ ഇക്കോണമിയിലായിരുന്നു അല്ലെ? ലാസ്റ്റ് 2-3 എക്സാംസ് ഫോക്കസ് ചെയ്തിരുന്നത് മാത്തമാറ്റിക്കൽ പോർഷൻസിലായിരുന്നു. പിന്നെ എക്കണോമെട്രിക്സ് അല്ലെ? മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് ഈ ഒരു പോർഷനിൽ വല്ലാതെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ എക്സാം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഡിസംബർ 2023 എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ എക്സാം ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും നമുക്കൊരു ആശ്വാസം തരുന്ന ഒരു എക്സാം ആണെന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്തായിരുന്നു? നമ്മുടെ ഫോക്കസ് ചെയ്തത് ഫുള്ള് ഡാറ്റയിലും ഇന്ത്യൻ ഇക്കോണമിയിലും ആയിരുന്നു. ഒരു 2020-21 ടൈമിലും ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വല്ലാതെ ഇന്ത്യൻ ഇക്കോണമിയെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് പോകെ പോകെ പറയാം. അതും ഈ ഡാറ്റയിൽ എന്തായിരുന്നു? 2018 മുതൽ 2023 വരെയുള്ള ഡാറ്റയും ചോദിച്ചിട്ടുണ്ട്. 2018 ഡാറ്റയൊക്കെ ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പക്ഷെ എന്താ, നമ്മളത് ചെയ്യണം നിർബന്ധമായിട്ടും. ഒന്നുമില്ലെങ്കിലും ആ എക്കണോമിക് സർവേയിലും ബജറ്റിലും വന്നിട്ടുള്ള ഡാറ്റയെങ്കിലും എന്താണ് ഓർത്ത് വെക്കണം. അതേപോലെ ഓരോ സംസ്ഥാനങ്ങളുടെയും ക്രോണോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സംസ്ഥാനങ്ങളുടെ SDG സ്കോർ, അവരുടെ എത്രയാണ് ഗ്രീൻ ബോണ്ടുകൾ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള തരത്തിൽ ഒരുപാട് കണക്കുകൾ നമുക്ക് ഫാക്ടുകൾ ഓർത്ത് വെക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് ഡാറ്റ ഓർത്ത് വെക്കാനുണ്ടായിരുന്നു. ഒരുപാട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഇരുത്താനുള്ള കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ എക്സാമിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതേസമയം നമുക്ക് പറയാനുള്ള ഒരു സിൽവർ ലൈനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ no assertion reason type questions and no statement type questions. നമുക്ക് assertion reason type questions എന്നും നമുക്കൊരു പുലിവാലാണ് അല്ലേ? നമുക്ക് എപ്പോഴും assertion ശരിയായിരിക്കും പക്ഷെ റീസൺ തെറ്റായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? assertion and reason are true and it is a correct explanation എന്നൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ ഒരു ചെറിയ വാക്കിന്റെ ഒരു മിസ്പെല്ലിംഗ് കാരണം അല്ലെങ്കിൽ ഒരു പ്രൊണൗൺസിയേഷൻ കാരണം എന്തെങ്കിലും ഒരു ചെറിയ വാക്കിന്റെ പിടുത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ തെറ്റിക്കും. പക്ഷെ ഇത്തവണ assertion reason questions ഒന്നും വന്നിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാനുള്ളതോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യങ്ങളൊന്നും വന്നിട്ടില്ല. അതൊരു നമുക്കൊരു ആശ്വാസമുള്ള കാര്യമാണെന്ന് തന്നെ പറയാം. പക്ഷെ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതും ഒരു നെഗറ്റീവ് ആണ് അല്ലെ? വല്ലാതെ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് CBT മോഡായിട്ട് ഓൺലൈനായിട്ട് എക്സാം നടത്തുമ്പോൾ
നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പോവാ അല്ലെ. അപ്പൊ നമുക്ക് അറിയില്ല ചോദ്യം, നമ്മൾ കുറച്ചും കൂടെ അൺഷുവർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഉറപ്പുള്ള ഒരു ആൻസറിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നീട് തിരിച്ചു വന്നിട്ട് തിരുത്തണമെങ്കിൽ തിരുത്താം, ഇല്ലെങ്കിലും പക്ഷെ എന്താണ്, അവിടെ ആൻസർ സേവ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ OMR ഷീറ്റിന്റെ പ്രശ്നം എന്താണ്, ഒരിക്കൽ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും 3 to 4 ടൈംസ് റീചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ബബിൾ ചെയ്യാൻ. അപ്പൊ ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്, നമ്മുടെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. നമ്മുടെ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വന്ന ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞ ഒരു കാര്യമാണിത്. അതായത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു, അധികം ലെങ്തി. സാധാരണ ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ സ്ക്രോൾ ചെയ്തിട്ടും ഒരുപാട് ലെഫ്റ്റ് ടു റൈറ്റ് സ്ക്രോൾ ചെയ്തിട്ടും ടോപ്പ് ടു ബോട്ടം സ്ക്രോൾ ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ല ഇത്തവണ. പക്ഷെ എന്നിട്ട് പോലും ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതിന്റെ കാരണം എന്താണ്, ഈ OMR ഷീറ്റിൽ ഇത്രയും 150 ചോദ്യങ്ങൾ 300 മിനിറ്റിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് വരിക എന്നുള്ളത് ഒരു ടാസ്ക് ആണ്. അപ്പൊ ആ ഒരു ടാസ്കിനെ നമുക്ക് എങ്ങനെ നേരിടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ് ചെയ്യണം. ആദ്യത്തെ 2.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടൈം കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ കറക്കി കുത്തുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ OMRല്. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, 2:30 അല്ലെങ്കിൽ 2:45 ശേഷം മാറ്റി വെക്കുക. അല്ലെങ്കിൽ 5:30 അല്ലെങ്കിൽ 5:45, 6 മണി വരെ ആണല്ലോ എക്സാം. അപ്പൊ 5:45 അല്ലെങ്കിൽ 5:30 ആ ഒരു ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. എന്നിട്ട് കറക്കി കുത്താനുള്ളത് നമുക്ക് ഒട്ടും ടൈം ബുദ്ധിമുട്ടൊന്നും ഇല്ല, ലാസ്റ്റ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമാണ് എന്നുള്ള ടൈമിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈമിൽ മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ പ്ലസ് പോയിന്റ് വന്ന വെച്ചാൽ എന്താ, ലെസ് മാത്തമാറ്റിക്കൽ. നമ്മൾ വളരെ പേടിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു അല്ലേ അത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളും ടിപ്പിക്കൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ ഒരു എക്കണോമെട്രിക് സ്റ്റുഡന്റിന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ ജനറൽ എക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ് അല്ലെ, നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയം മാത്രമാണ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു വളരെ മാത്തമാറ്റിക്കൽ ആയിട്ടോ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. മാത്സിൽ നിന്ന് വന്ന ആകെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ നിന്നും തന്നെ ഒരു ക്വസ്റ്റ്യൻ ആസ് ഇറ്റ് ഇസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ടുമുണ്ട്. അപ്പൊ മാത്സ് എന്നുള്ള ഒരു പോർഷൻ നമ്മളെ അങ്ങനെ വല്ലാതെ വട്ടം കറക്കിയിട്ടൊന്നും ഇല്ല ഇത്തവണ. പിന്നെ എന്തായിരുന്നു വേറൊരു വളരെ വലിയൊരു പ്ലസ് പോയിന്റ് എന്താണ്, നമ്മുടെ പാസേജ് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ തന്നെ പേപ്പർ 1ലുള്ള ഒരു പാരഗ്രാഫിൽ 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ 5 into 2 എത്രയാ, 10 മാർക്സ്. പേപ്പർ 2ല് 2 പാസേജ് ഉണ്ട്, 2ലും 5 ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്താ, 10 ക്വസ്റ്റ്യൻസ് into 2 ചെയ്യുമ്പോൾ 20 മാർക്കാണ് നമുക്ക് അവിടെ. 20 + 10 എത്ര, ടോട്ടൽ 30 മാർക്സ് ആണ് നമ്മുടെ പാസേജിൽ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താ, ഇപ്രാവശ്യം കട്ട് ഓഫ് കുറച്ചൊന്നും ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത്രയും പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടായിരുന്നു അല്ലെ. ഇനി ഏതൊക്കെ ഭാഗങ്ങളാ, ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നും ഡാറ്റാ ബേസ്ഡ് ആയിട്ടും 21 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇത്തവണ. വളരെ വലുതാണ് അല്ലെ, കാരണം നമുക്ക് ആകെ പേപ്പർ 2ലുള്ളത് 100 ചോദ്യം മാത്രമാണ്. അതിൽ ഇന്ത്യൻ ഇക്കോണമിയും ഡാറ്റയും തന്നെ ഇത് 21 ചോദ്യങ്ങൾ. 21 പറയുമ്പോൾ 21 into 2 നമുക്ക് എത്ര കിട്ടി, 42 മാർക്ക് അല്ലെങ്കിൽ 42% നമ്മുടെ എക്സാമിന്റെ എന്തായിരുന്നു, ഇന്ത്യൻ ഇക്കോണമി ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഇക്കോണമി തറവായിട്ട് പഠിക്കുക കേട്ടോ. കാരണം ഈ ഒരു എക്സാമിന്റെ ബേസിസിൽ മാത്രമല്ല, 2019, 20, 21 കാലഘട്ടങ്ങളിലൊക്കെ ഇതന്നെയായിരുന്നു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ NTA. ആ സമയത്തും നല്ല ഡീപ്പായിട്ട് തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഇക്കോണമിയുടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ബജറ്റിൽ നിന്നും എക്കണോമിക് സർവേ നിന്നും അങ്ങനെ പിന്നെ NFHS ഡാറ്റ, PLFS ഡാറ്റ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന് 15 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. വളരെ കുറവാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ എന്നാലും 15 ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എത്രയാ, 30 മാർക്ക് മാത്സിനും പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഏകദേശം വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ, നമ്മുടെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആസ് ഇറ്റ് ഈസ് ഇതുവരെ നമ്മുടെ നെറ്റ് എക്സാമിന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത ഒരു ചരിത്രം ഇല്ല അല്ലെ. വല്ലപ്പോഴും അവിടെ ഇവിടെയോ 1, 2 ഒരു ചോദ്യമോ മറ്റോ റിപ്പീറ്റ് ആയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇത്തവണ 2 ചോദ്യങ്ങൾ ആസ് ഇറ്റ് ഈസ് ഓപ്ഷൻസ് അടക്കം ചേഞ്ച് ആവാതെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത രൂപത്തിൽ അങ്ങനെ ആസ് ഇറ്റ് ഈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ് അല്ലെ. ഒന്ന് വന്നിട്ട് ഗ്രാവിറ്റി മോഡൽ ആയിരുന്നു നമ്മുടെ ഇൻട്രാ ട്രേഡ്. അടുത്തത് ഗ്രാവിറ്റി മോഡൽ അല്ലാതെ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്, അതിന്റെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്,
ഇത് 2 times നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇതെന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. നമ്മൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താ, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഇന്ത്യൻ ഇക്കോണമിയുടെ റിവിഷൻ ക്ലാസ്സിൽ, റിവിഷൻ ബാച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് കേട്ടോ ഇത്. ഇതേ ചോദ്യം എക്സാക്ട്ലി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ബജറ്റില് റുപ്പി കംസ് ഫ്രം, അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം എവിടെ നിന്നൊക്കെയാണ്, എത്ര ശതമാനമാണ് വരുമാനം കിട്ടുന്നത്, അതിനെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനെ തന്നെ ക്രോണോളജിയിൽ ഇരുത്താനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഏറ്റവും കൂടുതൽ കടബാധ്യതയാണ്, പിന്നെ GST, ദെൻ ഇൻകം, ദെൻ കോർപ്പറേഷൻ ടാക്സ്, ദെൻ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, ദെൻ നോൺ ടാക്സ് റെസിപ്റ്റ്സ്. ഇത്രയെങ്കിലും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടീസും നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നും അവസാനം കിടക്കുന്നത് തന്നെയാണ് അല്ലെ. അത് നമ്മൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഈ നടുക്കുള്ള ഭാഗങ്ങളാണ് നമുക്ക് 4-5 എണ്ണം തന്നിട്ട് 5 എണ്ണം തന്നിട്ട് ആക്ച്വലി ക്രോണോളജിയിൽ ഇരുത്താൻ പറഞ്ഞത്. ആദ്യത്തെ 2ഉം അവസാനത്തെ 2ഉം നമുക്ക് എന്തായാലും അറിയാമെന്ന് അവർക്ക് അറിയാം. അപ്പൊ നടുക്കുള്ള ഒരു 5 എണ്ണമാണ് അവർക്ക് ക്രോണോളജി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ റുപ്പി ഗോസ് ടു, എങ്ങോട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചെലവ് വരുന്നത്, അതിന്റെ ക്രോണോളജിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫണ്ട് അലോക്കേഷൻ ടു മിനിസ്ട്രീസ്, ഓരോ മിനിസ്ട്രികൾക്കും എത്ര ഫണ്ടാണ് അലോക്കേറ്റ് ചെയ്തത്, ഇതിന്റെയും ചോദിച്ചത് എന്തുതന്നെയായിരുന്നു, ക്രോണോളജി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടു പോയിട്ടൊന്നുമില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിലെന്തായിരുന്നു, ഡിഫൻസ്, റോഡ്, റെയിൽവേസ്, ഇതും കഴിഞ്ഞ വർഷത്തെ അതേ എക്സാക്ട് ക്രോണോളജിയാണ്, ഇതിൽ ചേഞ്ച് ആയിട്ടില്ല. ചേഞ്ച് വന്നിട്ടുള്ളത് കൺസ്യൂമർ ഹോം കഴിഞ്ഞിട്ട് പണ്ട് കെമിക്കൽസ് ആയിരുന്നു അല്ലെ, പിന്നെ ഇവിടെ എന്ത് വന്നു, കെമിക്കൽസ് കുറച്ച് താഴെ പോയി, റൂറൽ ഡെവലപ്മെന്റ് ഒന്ന് ജസ്റ്റ് ഒരു പ്ലേസ് മേലെ കയറിയിട്ടുണ്ട്. അതേപോലെ കമ്മ്യൂണിക്കേഷൻസ് ലാസ്റ്റ് വൺ ആയിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അതും എന്താണ് ഒന്ന് പ്ലേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ 2 മിനിസ്ട്രിയിൽ സ്വാപ്പ് വന്നിട്ടുണ്ട് ഫണ്ട് അലൊക്കേഷനിൽ. ഇത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൃത്യമായിട്ട് ഇതേ പോർഷനിൽ നിന്നാണ് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുള്ളത്, ക്രോണോളജി ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ റിവിഷൻ നോട്ട്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആസ് ഇറ്റ് ഇസ് ഇതങ്ങനെ എക്സാക്ട് ഇതായിട്ടാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ നോട്ട്സ് കിട്ടിയവർക്ക് ഇത് ഉപകാരം ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് കട്ട് ഓഫ്. എത്ര കട്ട് ഓഫ് പോകും നമുക്കറിയാം, എക്സാം ഇനിയും ഒന്നും കൂടെ നടക്കാനുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. 300 മാർക്ക് ഉണ്ടെങ്കിൽ ആ 300 മാർക്കും ആർക്കും കിട്ടില്ല അല്ലെ. അപ്പോൾ നമ്മൾ 300 എന്നുള്ളതല്ല നമ്മുടെ ടാർഗറ്റ് എപ്പോഴും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആണെങ്കിൽ ഏകദേശം 50%, 51% എന്നുള്ള ഒരു ലെവലിലായിരുന്നു, അത്രയും കുറവായിരുന്നു. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള മാർക്കിന്റെ 50% ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ടാർഗറ്റ് അവിടെയാണ്, നമ്മുടെ ഈ 300 എന്നുള്ളതല്ല ടാർഗറ്റ്. അപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ഓഫ് അനാലിസിസ് ചെയ്യണം. നമുക്ക് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഡിസംബർ 2023 തൊട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ജനറൽ കാറ്റഗറി, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവേണ്ട കട്ട് ഓഫ് 154, ഹിസ്റ്റോറിക്കലി ലോ കട്ട് ഓഫ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 154 മാർക്സേ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ JRFന് വെറും 180 മാർക്ക്. പണ്ടൊക്കെ നമുക്ക് 180 ഉണ്ടെങ്കിൽ നെറ്റ് പോലും ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത്തവണ എന്തായിരുന്നു, കഴിഞ്ഞ തവണ ഇത്രയും ലോ കട്ട് ഓഫ് ആയിരുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ടഫ് ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതൊരു ഏകദേശം ഒരു ഔട്ട്ലയർ പോലെ ആണെങ്കിലും കൂടിപ്പോയാൽ എവിടെ വരെ കുറയും എന്നുള്ളതിനൊരു കറക്റ്റ് പിക്ചർ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് തരാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ജൂൺ 2023 ഉണ്ടായിരുന്ന കട്ട് ഓഫും ഏകദേശം സിമിലർ ട്രെൻഡാ കാണിക്കുന്നത്. JRFന് 188 മാർക്കാണ്, പക്ഷെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന് എത്രയാ, 170 മാർക്ക്. അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ ഇത് ജനറൽ കാറ്റഗറി ആണ്, നമ്മൾ നമ്മുടെ കാറ്റഗറി നോക്കിയിട്ട് ഇപ്പോൾ EWS 178 ആണ് JRFന് ആൻഡ് 154 ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ. ഇത് ഏകദേശം ഈ ജൂണിന്റെ എക്സാമിന്റെ കട്ട് ഓഫ് ഏകദേശം നമുക്കൊരു ക്ലാരിറ്റി തരും കേട്ടോ. ഈ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാർഗറ്റ് കൊടുക്കേണ്ടത്. അതേപോലെ നമ്മുടെ OBC ആണെങ്കിൽ JRFന് 178, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് 152. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കാറ്റഗറി നോക്കുക, പ്രീവിയസ് ഇയർ ആയിട്ട് ഒരു 1 ഇയറിന്റെ അല്ലെങ്കിൽ ഒരു 2 ഇയറിന്റെങ്കിലും കട്ട് ഓഫ് നോക്കുക, എവിടേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, അപ്പൊ എത്ര ചോദ്യങ്ങളാണ് നമുക്ക് കറക്റ്റ് ആക്കേണ്ടത്. അപ്പൊ നമ്മുടെ ടൈം അതിനനുസരിച്ച് മാനേജ് ചെയ്യണം. അറിയുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കണം, അറിയാത്ത ചോദ്യങ്ങളെ അവസാനം 15 മിനിറ്റിലോ അരമണിക്കൂറിലോ ചെയ്യാന്നുള്ള നിലയിൽ ഇരിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഇതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കൊടുക്കുന്ന ബാച്ചിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആണ്. എവിടെ ചോദ്യം ചോദിക്കും എന്നുള്ളത് നമ്മൾ എന്താ പറയുക, കറക്റ്റ് ആയിട്ട് പിൻ പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മുടെ എന്താ ഡിസംബർ എക്സാമിനും അടുത്ത് വരുന്ന എക്സാമുകൾക്കും പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പൊ ഇതിനെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഇതിനെപ്പറ്റി കൂടുതൽ വിശദ വിവരങ്ങൾ അറിയേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. 9778826292 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് നെറ്റ് ക്രാക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്